ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ കാരണക്കാരിയായ ഇവളെയും സപ്പോർട്ട് ചെയ്യാൻ കുറെ നാറുകൾ നമ്മുടെ നാട്ടിലുമുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവളുടെ അക്കൗണ്ടിൽ ഫോളോവേഴ്സ് കൂടുന്നത്. ആ മനുഷ്യന്റെ മരണവാർത്ത എറിഞ്ഞ് ഇവളുടെ അക്കൗണ്ടിൽ കയറി നോക്കുമ്പോൾ ആ സമയത്ത് ഇവളുടെ അക്കൗണ്ടിൽ ആകെപ്പാടെ 9,000-നടുത്ത് ഫോളോവേഴ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത് 11.4K ഫോളോവേഴ്സ് അടുത്താണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തന്നെ പുച്ഛം തോന്നി ഇവളെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ കുറെ നാറികൾ ഉണ്ടല്ലോ എന്നോർത്ത്. ഇവൾ എന്താണ് ഉദ്ദേശിച്ചത് അത് ഇവൾക്ക് കിട്ടി. എടി മോളെ, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി നീ ചെയ്ത നാറിയ പണിക്ക് ഇരയാക്കപ്പെട്ട് പൊലിഞ്ഞു പോയത് ഒരു കുടുംബത്തിന്റെ അത്താണിയായിരുന്നു. ആ കുടുംബം ഇനി എങ്ങനെ ജീവിക്കും? ആ കുടുംബത്തെ ഇനി ആര് നോക്കും? ഈ നാട്ടിലെ നിയമങ്ങൾ സ്ത്രീകൾക്കാണ് കൂടുതൽ മുൻഗണന കൊടുക്കുന്നത് എന്നുള്ള ധൈര്യത്തിൽ ഇനി ഒരുത്തികളും ഇമ്മാതിരി ചെറ്റത്തരം കാണിക്കാൻ ഇറങ്ങിത്തിരിക്കരുത്. ഞാനും ഒരു പെണ്ണ, എന്റെ ദേഹത്താണ് ആരെങ്കിലും തൊടുന്നതെങ്കിൽ ആ സ്പോട്ടിൽ അവന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിച്ചിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി ഏൽപ്പിക്കും. അതാണ് വേണ്ടത്. അല്ലാതെ വീഡിയോ എടുത്ത് 10 പേരെ കാണിച്ച് റീച്ച് ഉണ്ടാക്കുകയല്ല വേണ്ടത്. ഇന്നത്തെ കാലത്ത് റീച്ച് ഉണ്ടാക്കാനുള്ള 2 എളുപ്പ വഴികളാണ്. ഒന്ന്, തുണിയുടെ ഇറക്കം കുറക്കുക, അല്ലെങ്കിൽ ബസ്സിൽ കയറി ഇതേപോലെ ആരുടെയെങ്കിലും വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക. എന്തായാലും പുന്നോര മോളെ, നീ നിന്റെ അക്കൗണ്ട് വളർത്തിയത് ഒരുത്തിന്റെ ജീവൻ കളഞ്ഞിട്ടാണ്. ഇവളെ സപ്പോർട്ട് ചെയ്തു പോയി ഇവളുടെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ചെറ്റകളോടാണ് ഇനി പറയാനുള്ളത്. നീയൊക്കെ എത്ര സപ്പോർട്ട് ചെയ്താലും ഇവൾ ചെയ്തത് തെറ്റാണെന്നുള്ള ഉത്തമ ബോധ്യം ഈ സമൂഹത്തിനുണ്ട്.